ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ എല്ലാവരും ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് ത്യാഗഭവനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രോഹിത് അങ്ങനെ വണ്ടി നിർത്തിയതിന് ശേഷം ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, ഇവിടെ ആരും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമ്മളെ കാത്തു നിൽക്കാൻ ഇതെന്ത് സബ്ജിയിലാണോ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് അലീന ചേച്ചിയോട് പറയാണ്, ചേച്ചി എന്നെന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്, ഇവരെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്. എന്നിട്ട് അലീന പറയുന്നത്, കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഇങ്ങനത്തെ വർത്തമാനം പറയുമോ, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഇറങ്ങിക്കേ, ഇതെന്തിനാ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നത് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുകയാണ്, ഇവർ തമ്മിലുള്ള അടി കണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങുക, നിങ്ങൾ ഇറങ്ങുന്നില്ലേ ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. എല്ലാവരുടെ കയ്യിൽ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ സിസ്റ്റർ കണ്ടു. എന്നിട്ട് സിസ്റ്റർ പറയാണ്, ആഹാ ഇതാരാ, അലീനയും രേവതിയോ, കൂടെയുള്ളതൊക്കെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ എൻ്റെ സഹോദരങ്ങളാണെന്ന് അലീന പറയാം കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചിന്നുമോൾ എവിടെ സിസ്റ്ററെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, ഇത് രാവിലത്തെ ഭക്ഷണത്തിന് സമയമല്ലേ, ഫുഡ് കഴിച്ചിട്ട് എണീറ്റിട്ടുണ്ടാവും, എല്ലാവരും കയറി വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, മദർ സുപ്പീരിയർ ഇല്ലേന്ന്. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, മദർ റിട്രീറ്റിന് പോയിരിക്കുക, വയനാട് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്ന് പറയണം. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ റിട്രീറ്റ് എന്ന്. അന്നേരം അലീന പറയുന്നത്, ധ്യാനം 5-6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കഴക്കൂട്ടിൽ നിന്ന് സിസ്റ്റർമാരൊക്കെ പോവാറുണ്ടെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലേന്ന്. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എവിടെയാ ചിന്നുമോള് കാണാലോ എന്ന് പറയാണ്. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, വാ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ കൂട്ടിക്കൊണ്ട് പോവാം കേട്ടോ, ഞങ്ങൾക്കും കാണാലോ ചിന്നുമോളുടെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. ആ സമയത്ത് കുട്ടികളും ചിന്നുമോളൊക്കെ കളിക്കുകയാണ്, ടീച്ചറും കുട്ടികളായിട്ട്. ആ സമയത്ത് ചിന്നുമോളാണ് ടീച്ചർ. അങ്ങനെ കുറേ കുസൃതികളൊക്കെ കണ്ടതിന് ശേഷം അവരെല്ലാവരും ചിന്നുമോളുടെ കളി നോക്കിക്കണ്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് രേവതിക്കുട്ടിയെ കാണാം കേട്ടോ. എന്നിട്ട് ചിന്നുമോൾ പറയുന്നുണ്ട്, ഹായ് രേവതി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കെട്ടിപ്പിടിക്കാൻ നിൽക്കുക കേട്ടോ. ചിന്നുമോൾ രേവതിക്കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിന്നുമോൾ ചോദിക്കുന്നുണ്ട്, ആലീന ചേച്ചി വന്നില്ലേന്ന്. അന്നേരം രേവതിക്കുട്ടി പറയാണ്, വന്നിട്ടുണ്ടല്ലോ, സിസ്റ്റർ ആൻറ്റിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക പറയുന്നു. എന്നിട്ട് ചിന്നുമോൾ ചോദിക്കുന്നുണ്ട്, മാമച്ചങ്കളും ആൻറ്റിയും എന്താ വരാഞ്ഞേ എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയാണ്, അടുത്ത പ്രാവശ്യം ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് അവർ വരും എന്ന് പറയാണ്. അതിനുശേഷമാണ് ചിന്നുമോൾ രോഹിത്തിനെയും ബബിതേനെയും കൃഷ്ണമോളൊക്കെ കാണുന്നത് കേട്ടോ. എന്നിട്ട് ചിന്നുമോൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാണ്. അങ്ങനെ രേവതിക്കുട്ടി പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ, ഇതാണ് ബബിത, ഇതാണ് കൃഷ്ണമോള്, അലീന ചേച്ചിയുടെ അനിയത്തിമാരാന്ന് ഒക്കെ പറയാം കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന കയറി വരിക കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇതാ അലീന ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ അലീന ചിന്നുമോളുടെ അടുത്തേക്ക് പോവുക കേട്ടോ. ചിന്നുമോള് കെട്ടിപ്പിടുത്തവും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളെയും കൂട്ടിയിട്ട് ഇവരൊക്കെ ഒരു പാർക്കിൽ കളിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചിന്നുമോളെ ആ പാർക്കിൽ കളിപ്പിക്കുക കേട്ടോ. കുതിരപ്പുറത്തിരുത്തിയും പാട്ടുപാടിയും ഒക്കെ അവിടുന്ന് കളിപ്പിക്കുക കേട്ടോ. അതിനുശേഷം അവർ ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്താണ് ബാലചന്ദ്രനെയും ഗോവർദ്ധന അങ്കിളിനെയും കാണുന്നത്. ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു കേട്ടോ. ഗോവർദ്ധന വണ്ടി നിർത്തിയാട് ബാലേട്ടനോട് പറയുന്നുണ്ട്, ദേ നോക്ക് രോഹിത്തും പിള്ളേരും എന്ന് പറയാണ്. അന്നേരം അലീന ബബിതയോടൊക്കെ പറയാണ്, ദേ നോക്ക് അച്ഛൻ്റെ കാറ് എന്ന് പറയാണ്. എന്നിട്ട് ബാലേട്ടൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഇവരെന്താ ഇവിടെ, ഇവർ എറണാകുളത്ത് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങുക കേട്ടോ. എന്നിട്ട് അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഭയങ്കര സർപ്രൈസ് വിസിറ്റ് ആണല്ലോ അച്ഛാ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് തന്നെ ഞാനും ചോദിക്കുന്നത്, നിങ്ങളെന്താ ഇവിടെ, എറണാകുളത്ത് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, നമ്മൾ ചിന്നുമോളെ കാണാൻ വന്നത് കൊല്ലത്ത്, ഇതാണ് ചിന്നുമോൾ എന്ന് പറയാണ്. ആ സമയത്ത് രോഹിത് ചിന്നുമോളെ അടുത്ത് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ത്യാഗഭവൻ ഓർഫണേജ് എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, അതെല്ലാം അച്ഛന് ഓർമ്മയുണ്ടല്ലേ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ പറഞ്ഞതൊന്നും അത്രയ്ക്ക് മറക്കാൻ പറ്റുന്നതെന്നല്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ചിന്നുമോൾ രോഹിതിനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ, അലീന ചേച്ചിയുടെയും ബബിത ചേച്ചിയുടെയും കൃഷ്ണ ചേച്ചിയുടെയും ഒക്കെ അച്ഛനാന്ന് പറയാണ്. എന്നിട്ട് ചിന്നുമോൾ ചോദിക്കുകയാണ്, ഈ അങ്കിളിൻ്റെ പേരെന്താ ചോദിക്കുകയാണ്. അന്നേരം ഇവർ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ എന്ന് പറയാണ്. അന്നേരം
ചിന്നുമോൾ പറയുന്നുണ്ട് ബാലേന്ദ്രൻ മോൻ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പൊട്ടിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ ചിന്നുമോളോട് ചോദിക്കുന്നുണ്ട്, ചിന്നുമോൾ ഹാപ്പി ആയോ ഇവരൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട്? ഇത്രയൊക്കെ ചേച്ചിമാരെ ചിന്നുമോൾക്ക് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ ഈ വഴി എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങൾ വേറെ വഴിക്ക് പോവുക. പിന്നെ കൃഷ്ണമോൾ ചോദിക്കുകയാണ്, ഇന്നലെ എവിടെയായിരുന്നു പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, ഊട്ടി, നീലഗിരി, കോട്ടഗിരി, മേട്ടുപ്പാളയം എന്നൊക്കെ പറയാണ്. അന്നേരം അലിനയ്ക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടോ, ഊട്ടി എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധര മേനോൻ്റെ വീട്ടിലേക്ക് പോയതാണോ എന്നുള്ള ഡൗട്ട് അലിനയ്ക്ക് വന്നു കേട്ടോ. അന്നേരം ബബിത പറയാണ്, തിരക്കിട്ടൊരു ടൂർ പരിപാടി അല്ലേ അച്ഛാ എന്ന് പറയാണ്. പിന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങോട്ടാ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കഴക്കൂട്ടെന്ന്. രവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, കഴക്കൂട്ടാ അവിടെ എന്തിനാ ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, അവിടെ 2 പെൺപിള്ളേർ ചങ്ങല പൊട്ടിച്ച് ഓടിയിട്ടുണ്ട്, തിരിച്ച് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാന്ന് പറയാം. എന്നിട്ട് രവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല അങ്കിളെ, അവരെ പിടിച്ചാൽ കിട്ടൂല, അവർ കൈവിട്ട് പോയി എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, ആണോ, എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ, ഞങ്ങൾ കണ്ടിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി നിർത്തിയതാണ്. എന്നിട്ട് അലീന അവിടെ നിന്ന് ഗോവർദ്ധൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഗോവർദ്ധനോട് എന്തൊക്കെയോ ചോദിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ രവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രവതിക്കുട്ടി പറയാണ്, ഇനി ചിന്നുമോളെ ത്യാഗഭവനിൽ കൊണ്ടുവിടണം, അവിടുന്ന് നേരെ വീട്ടിലേക്ക് എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ആ രാത്രിക്ക് മുന്നേ വീട്ടിലേക്ക് പൊക്കോ, വീട്ടിലേക്ക് എത്തേണ്ടതല്ലേ എന്ന് പറയാണ്. അന്നേരം രവതിക്കുട്ടി പറയാണ്, ആ രാത്രി മുന്നേ വീട്ടിലേക്ക് എത്തണം എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ഇപ്പോൾ തന്നെ 2:30 മണിയായി. എന്നിട്ട് രവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവർദ്ധൻ്റെ അടുത്ത് നിന്ന് അലീന വരികയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയോന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന ചെറു പുഞ്ചിരിയോട് ചോദിക്കുകയാണ്, അച്ഛൻ നാളെ തന്നെ തിരിച്ചു വരുമല്ലോ പാലായിലേക്ക്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ മിക്കവാറും എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ അച്ഛാന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ എല്ലാവരെയും ബാലേന്ദ്രൻ യാത്ര അയച്ചിട്ട് ബാലേന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അവരെങ്ങനെ ഇവിടെ വന്നു ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ഓരോരോ അത്ഭുതങ്ങളാണ് ഗോവർദ്ധന, അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരുടെ ഇടയിൽ എന്തൊക്കെയോ സംഭവങ്ങളാണ് നടക്കുന്നത്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ആരാ ബാലേട്ട ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേട്ടൻ പറയാണ്, അത് വേറൊരു അലീന. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ഓർഫണാണോ, ഏതോ ഒരു അമ്മ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ ഒരു കുഞ്ഞ് അലീനക്കൊപ്പം കഴക്കൂട്ട ഓർഫനേജിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടി ത്യാഗഭവൻ എന്നുള്ള ഒരു ഓർഫനേജിലാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നു, ആ കുഞ്ഞിനെ വളർത്താൻ ഭയപ്പെടുന്നത് കൊണ്ട് ഉപേക്ഷിക്കുന്നു, അതാണ് കാരണം എന്ന് പറയാണ് ബാലേന്ദ്രൻ. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന തന്നോട് ഒന്നും ചോദിച്ചില്ലേ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എവിടെ പോയി എന്ന് ചോദിച്ചു, ഞാൻ ഊട്ടി പോയതാന്ന് പറഞ്ഞത്, അവൾക്ക് അത്രയും കിട്ടിയാൽ മതി, ബാക്കി അവൾ ഊഹിച്ചെടുത്തോളൂ എന്ന് പറയാണ് ബാലേന്ദ്രൻ. എന്നിട്ട് പറയാണ്, താൻ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോവാട്ടോ. അങ്ങനെ എല്ലാവരും ചിന്നുമോളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ത്യാഗഭവനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കുകയാണ്, ഇവിടെ ഇറങ്ങണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ചിന്നുമോൾ പറയുന്നുണ്ട്, ആ ഇറങ്ങണം എന്ന്. അന്നേരം ബബിത പറയാണ്, നമുക്ക് ഒന്നുകൂടി കറങ്ങിയിട്ട് വന്നാലോ. അന്നേരം ചിന്നുമോൾ പറയാണ്, വേണ്ട വേണ്ട മതി, ചിന്നുമോൾ ടയേർഡായി എന്ന് പറയാണ്. അന്നേരം രവതിക്കുട്ടി പറയാണ്, ഈ കളിപ്പാട്ടെല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയാലോ, ചിന്നുമോൾക്ക് വേണമെന്ന് പറയാണ്. അന്നേരം ചിന്നുമോൾ പറയാണ്, വേണ്ട വേണ്ട അതെല്ലാം എനിക്ക് വേണം എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളൊന്നും വേണ്ടേടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചിന്നുമോൾ പറയാണ്, വേണ്ട ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല പറയാണ്. അന്നേരം രവതിക്കുട്ടി പറയാണ്, അതെ നമ്മൾ തറയിൽ കിടത്താൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, ഇവിടെ ബെഡും കട്ടിലൊക്കെ വാങ്ങിച്ചിട്ടാകുമ്പോൾ നമ്മളെ കൊണ്ടുവരും അല്ലേ ചിന്നുമോളെ എന്ന് പറയാണ്. എന്നിട്ട് അങ്ങനെ എല്ലാവരും കാറിൽ നിന്ന് പുറത്തിറങ്ങാം കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ചോദിക്കുകയാണ്, ചിന്നുമോൾക്ക് കോൾ അടിച്ചാലോ, ചിന്നുമോൾക്ക് സന്തോഷമായോ ചോദിക്കുകയാണ്. അന്നേരം ചിന്നുമോൾ പറയാണ്, ആ സന്തോഷമായി പറയാണ്. അന്നേരം സിസ്റ്റർ ചോദിക്കുകയാണ്, ചിന്നുമോൾക്ക് എത്രത്തോളം സന്തോഷമായി, വയറ് നിറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചിന്നുമോൾ പറയാണ്, സന്തോഷം നിറഞ്ഞാൽ എങ്ങനെയാണ് വയറ് നിറയാന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ചിരിക്കുക കേട്ടോ.
അങ്ങനെ അവർ വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും കളിപ്പാട്ടമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ചിന്നുമോൾ വാശി പിടിച്ചോ കളിപ്പാട്ടം വാങ്ങാമെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്തതാണ്, നിങ്ങൾ തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുത്തോളൂ എന്ന് പറയാണ് സിസ്റ്റർ. എന്നിട്ട് എല്ലാവരും കൊണ്ടു കൊടുക്കാൻ പോകാം കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ സിസ്റ്റർ ഒന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ എല്ലാം കൊടുത്തിട്ട് വാന്ന് പറയാണ്. എന്നിട്ട് അലീന സിസ്റ്ററോട് സംസാരിക്കാം കേട്ടോ, അന്ന് രേവതിക്കുട്ടി എന്നോട് ഒരു കാര്യം സംസാരിച്ചിരുന്നു എന്ന് പറയാണ്. അന്നേരം സിസ്റ്റർ ചോദിക്കായിരുന്നു, ചിന്നുമോളെ ഒരു ലേഡിയെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞാൽ അതെ. അന്നേരം സിസ്റ്റർ പറയാണ്, അത് അഡോപ്ഷനല്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചിന്നിക്കുട്ടിയുടെ സ്പോൺസർ ആ ലേഡി ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞത്, അതായത് വിദ്യാഭ്യാസം, മറ്റ് ചിലവുകൾ അങ്ങനെ. അന്നേരം അലീന പറയാണ്, ആ സ്പോൺസർഷിപ്പ് എനിക്കറിയാം, പക്ഷേങ്കിൽ ചില ആൾക്കാർ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടി ഒന്നിച്ച് കൊണ്ടുപോയി താമസിപ്പിക്കും. അങ്ങനെ ചെയ്യല്ലേ സിസ്റ്ററെ, ചിന്നുകുട്ടിയെ ഞങ്ങൾക്ക് വേണം, മറ്റാർക്കും അങ്ങനെ കൊടുക്കല്ലേ എന്ന് പറയാണ്. കഴക്കൂട്ടം കോൺവെൻറ്റ് കയറാൻ നിങ്ങൾക്ക് ചിന്നുമോളെ തന്നത്, അവർ എപ്പോൾ ചോദിച്ചാലും ചിന്നുമോളെ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കും എന്നല്ല പറഞ്ഞത്, ചോദിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അലീന സിസ്റ്ററോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാവരും കൂടി യാത്ര പറയാം കേട്ടോ. സിസ്റ്ററോട് ഞങ്ങൾ ഇറങ്ങുകയാണ്, പറ്റിയ ഇനിയും വരാമെന്നൊക്കെ പറയാണ്. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, വരാൻ പറ്റുമല്ലോ, അലീന ഉള്ളിടത്തോളം കാലം അലീനയുടെ കൂടെ നിങ്ങൾക്ക് വരാമല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ സിസ്റ്ററോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് വണ്ടിയിൽ രോഹിത്തും ചിന്നുമോളും കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ചിന്നുമോളോട് പറയുന്നുണ്ട്, വാ നമുക്ക് പോവാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിന്നുമോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ യാത്ര ഒഴിച്ചിട്ട് പോകാൻ ഒരുങ്ങാം കേട്ടോ.